ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഒരു ബോഗൺവില്ലയുടെ കമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ബോഗൺവില്ല കമ്പ് വെച്ച് പിടിപ്പിക്കുന്നതെന്ന് നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ ചെടിച്ചട്ടിയിൽ നിറയ്ക്കാനായിട്ട് മണ്ണെടുക്കുന്നത്. മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് കുത്തി കുഴിച്ചെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഞാൻ മൺവെട്ടിയും പിക്കാക്സും ഒക്കെ ആയിട്ടാണ് കേട്ടോ മണ്ണെടുക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങുന്നത്. ഈ ഒരു ചെറിയ ചട്ടിയിൽ മണ്ണെടുക്കാനായിട്ട് മൺവെട്ടിയും പൊക്കിക്കൊണ്ട് വരാനും മടിയാണ് കേട്ടോ. ഭാഗ്യത്തിന് കമ്പ് അന്വേഷിക്കേണ്ടി വന്നില്ല. അവിടെ ഒരു കമ്പ് കിടപ്പുണ്ടായിരുന്നേ, അത് വെച്ച് കുഴിച്ച് ആവശ്യത്തിന് മണ്ണെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. ഈ വിളയിൽ നിറയെ മരം ഉള്ളതുകൊണ്ട് നിറയെ കരിയിലേക്ക് വീണ് മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന ഒരു മണ്ണാണ് കേട്ടോ ഇത്. ഞാൻ എൻ്റെ എല്ലാ ചെടികളും ഇവിടുന്ന് തന്നെയാണ് കേട്ടോ മണ്ണെടുത്ത് നടാറുള്ളത്. വേറെ മണ്ണ് കിട്ടാനുമില്ല. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുഴിച്ചെടുക്കാറുണ്ടേ മണ്ണ്. ഇനി ഈ മണ്ണിൽ ഞാൻ കമ്പ് എങ്ങനെയാണ് കുത്തിപ്പൊടിപ്പിക്കുന്നതെന്ന് നോക്കാമേ. 2-3 ഇലകൾ മാത്രം വെച്ചിട്ട് ബാക്കി ഇലകളെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ കമ്പിൻ്റെ താഴ്ഭാഗം ചരിച്ചൊന്ന് കട്ട് ചെയ്തിട്ട് കറ്റാർവാഴയുടെ ജെല്ല് പുരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇങ്ങനെ മണ്ണിൽ നല്ല കുത്തി അമർത്തി വെച്ച് കൊടുക്കണം കേട്ടോ. അത് ചരിഞ്ഞൊന്നും പോകാതെ നല്ല അമർത്തി മണ്ണിലേക്ക് നല്ല ഇറക്കി അമർത്തി തന്നെ വെച്ച് കൊടുക്കണം. ഇതിന് കവറിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ചരിഞ്ഞു പോകരുത്, അതുകൊണ്ട് നന്നായിട്ട് അമർത്തി തന്നെ വെച്ചേക്കണേ. ഇനി ഇതിന് നമുക്ക് നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ സ്പ്രെയറിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലാതെ തന്നെ ഒഴിച്ചു കൊടുത്താലും മതി. നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഇതൊരു കവറിലേക്ക് ഇറക്കി വയ്ക്കണം കേട്ടോ. ഞാൻ ഈ പോളിത്തീൻ കവറ് ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കവറാണ് കേട്ടോ. ഇതുപോലെ ബോഗൺവില്ലയുടെ കമ്പ് പൊടിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ് ആ കവർ അങ്ങനെ ഇരിക്കുന്നത്. ഇത് ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുള്ള കവറാണ്. അത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്ത് ആ നനവോട് കൂടി തന്നെ അതിനകത്ത് നമ്മുടെ ഈ ചെടിച്ചട്ടി ഇറക്കി വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് കൊണ്ട് നന്നായിട്ട് ഇറുക്കി കെട്ടി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്യാമറമാൻ അപ്പോഴേക്കും വാനനിരീക്ഷണത്തിന് പോയതാണേ. അപ്പോഴേക്കും അടുത്ത ആൾ കയറി എൻ്റെ മടിയിൽ ഉരുപ്പായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനെ ഞാൻ കൊണ്ടുപോയി വെയിലും മഴയൊന്നും കൊള്ളാതെ ഒരിടത്ത് മാറ്റി വെച്ചിട്ട് വരാവേ. 1 മാസമൊക്കെ കഴിയുമ്പോൾ തുറന്ന് നോക്കുമ്പോൾ തന്നെ ഇതിനകത്ത് നല്ല പൊടിപ്പൊക്കെ വന്ന് നിന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഞാൻ മുന്നേ നട്ടപ്പോഴൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ അപ്പോഴേ എടുത്ത് മാറ്റി വയ്ക്കരുതേ. ഒരു 3 മാസം വരെയൊക്കെ ഇങ്ങനെ തന്നെ ഈ കവറിനകത്ത് തന്നെ നിർത്തിയിട്ട് എടുക്കുമ്പോൾ തന്നെയാണ് നല്ല വേരൊക്കെ വരിക കേട്ടോ. ഇല വരുന്നെന്ന് വെച്ച് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും ഇല വേരൊന്നും വന്നിട്ടുണ്ടാവില്ല. ഒരു 3 മാസമൊക്കെ അങ്ങനെ നിന്ന് നമ്മൾ ഈ ഓരോ മാസം കഴിയുന്നതോറും കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. അപ്പോഴേക്കും അത് നന്നായിട്ട് 3 മാസമൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വേര് പിടിച്ചൊക്കെ കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഈ കവറിൽ നിന്നെടുത്ത് കുറച്ച് ദിവസം പുറത്ത് അല്ലാതെ തന്നെ വെച്ചേക്കണം കേട്ടോ. ആ ചട്ടി തന്നെ കുറച്ച് ദിവസം വച്ചിരുന്നതിന് ശേഷം പിന്നെ 2 ഇലയൊക്കെ വന്നതിന് ശേഷം നമുക്കൊരു വലിയ ചട്ടിയിലേക്ക് മാറ്റി നട്ട് വയ്ക്കാം. ഈ കാണുന്നതെല്ലാം ഞാൻ ഇങ്ങനെ തന്നെ പൊടിപ്പിച്ചെടുത്ത ബോഗൺവില്ല ചെടികളാണ് കേട്ടോ. ഒന്നുപോലും ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയതല്ല. എല്ലാം ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ ഇതേ രീതിയിൽ പൊടിപ്പിച്ചെടുത്ത ചെടികളാണേ. അപ്പം നിങ്ങൾക്കും ഇതുപോലെ കമ്പ് വെച്ചിട്ട് പൊടിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ ചെയ്താൽ എനിക്ക് 100% ഉറപ്പായിട്ട് പൊടിച്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കമ്പ് കുത്തി വയ്ക്കുന്ന മണ്ണിൽ അധികം വളമൊന്നും ചേർക്കാതിരിക്കുന്നത് നല്ലത് കേട്ടോ. ഞാൻ ഒരു വളവും ചേർക്കാറില്ല, വെറുതെ മണ്ണിൽ തന്നെയാണ് കുത്തി വയ്ക്കാറുള്ളത്. വളമൊക്കെ നമുക്ക് അടുത്ത ഒരു ചട്ടിയിലേക്ക് മാറ്റുമ്പോഴത്തേക്കും നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോഴേക്കും അത് നന്നായിട്ട് വളർന്ന് കിട്ടിക്കോളും കേട്ടോ. ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത്. അത് നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളേ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ വീഡിയോ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം. പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. എന്നാൽ ശരി, ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ. ഒത്തിരി സ്നേഹത്തോടെ, ബൈ.